എന്താ 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 കാര്യം? എന്താ സംഭവം? ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല ചോദിച്ചില്ലേ? ഇപ്പൊ ആരാ പാർക്കിന്? ആള് വരുന്നു, കേറി പോകുന്നു. അതിപ്പോ താൻ ഓണായിട്ട് കേൾക്കുന്ന എന്തിനാ? ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്തോണ്ട്. അതിന് താൻ ചൂടാവില്ലാണ്. ചൂടായി ഞാൻ പാട്ടിനൊക്കെ പോകും. അത് തന്നെ കയറാൻ പോവാ, പോകാൻ പോവാ, ഇവിടെ താമസിക്കാൻ പോവാ. അല്ലാതെ ആവശ്യമായിട്ടുള്ള വർത്താനം പറയുന്നത് കേട്ടോ. ഓണയിലും മറ്റിട്ട് ഞെക്കല്ലേ. പെട്ടിയൊക്കെ ഞാൻ പിടിച്ചോളാം. ഇങ്ങോട്ടാ ഇന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആയില്ലേ? എത്ര നേരമായി അവിടെ കാത്തിക്കുന്നറിയാം. അവിടെ ഇരിക്കട്ടെ. അച്ഛനെവിടെ യശോട്ടി? അതൊക്കെ പറയാം. കുട്ടൻ വാ, കേറ്. മേനോൻ സാറ് ഒരു മാസത്തെ വിദേശ പര്യടനത്തിലാ, ബിസിനസ് ട്രിപ്പ്. എന്നിട്ടെന്താ എന്നെ അറിയിക്കഞ്ഞത്? കുട്ടന്റെ പരീക്ഷ നടക്കില്ലായിരുന്നോ? ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് സാറ് പറഞ്ഞു. തല ഉടഞ്ഞ് മോനിങ്ങെത്തിയോ? കുഞ്ഞാളങ്ങ് കുട്ടപ്പനായല്ലോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സുമുഖൻ സുന്ദരൻ. പുത്തൂര വീട്ടിൽ ജനിച്ചോരെല്ലാം ഇതുപോലെ അഴകുള്ളോരായിരുന്നു. ഇതാരാ മനസ്സിലായില്ല? പറഞ്ഞ പോലെ കുട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഇവനോട് ഉണ്ടായിരുന്നില്ല. ഇവനാണ് ശിശുമകൻ, ഇവിടുത്തെ തോട്ടക്കാരൻ. അതെ, ന്യൂ ഫോറസ്റ്റ് വാച്ചർ. ഞാനിവന് ശിശു എന്ന് വിളിക്കും. പല തൊഴിലും കൈവശം ഉണ്ടെങ്കിലും ആള് നല്ലൊരു കലാകാരൻ കൂടിയാ. അത് കണ്ടപ്പോഴേ തോന്നി. ആദികൻ ബ്ലേഡ് ശിശുപതനൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ആയിരക്കണക്കിന് വേദികളിൽ ജനലക്ഷങ്ങളെ രോമാഞ്ച കുഞ്ചുകത്തിൽ ആറാടിച്ച, അനീതിക്കെതിരെ ശബ്ദമുയർത്തി ഒച്ച അടഞ്ഞു പോയ, മണിന്റെ നിറവും ഗുണവുമുള്ള കവിതകൾ. കണ്ട ചെരുപ്പ് പെട്ടിയെടുത്തേടാ. നോക്കി നിൽക്കാതെ എന്താ പറയാ? പെട്ടിയെടുത്ത് വെക്കടാ, കളിക്കാതെ. എന്താ പറയാ? കുഴപ്പമൊന്നുമില്ല, തന്നെ കൊണ്ടെടുത്തു. സത്യം പറഞ്ഞാൽ നിന്നെ കൂയപ്പതി നാറി പോയി. സത്യം പറഞ്ഞാൽ ഞാൻ എത്ര പെട്ടിയെടുത്ത് ഇതാ എന്നാ പിടിച്ച തലയിലേക്ക് വെച്ചോ. ഇങ്ങോട്ടല്ല, സത്യം പറഞ്ഞപ്പം പോട്ടറിന്റെ അപ്പനാ. അല്ല, ഇതെന്ത് പറ്റി? ജാനകിയമ്മ ഇതുവരെ കണ്ടില്ല. അപ്പൊ കാപ്പി ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വെച്ചു. പണ്ടൊരു ഹോട്ടലിൽ നിന്നുള്ള ചെറിയൊരു പരിചയം ഉണ്ടല്ലോ. എങ്കിൽ പിന്നെ കൃഷ്ണൻകുട്ടിയുടെ കാപ്പി ഒന്ന് പരീക്ഷിച്ചോളാം. പരീക്ഷിക്കാനൊന്നുമില്ല, എന്റെ കാപ്പി കൃഷ്ണൻ കാപ്പി ആയിരിക്കും. ഗുഡ് മോർണിംഗ് കുഞ്ഞ്. മോർണിംഗ്. കൃഷ്ണൻകുട്ടി പറഞ്ഞു കുഞ്ഞിന് റോസാ ചോടൊരു വലിയ കമ്പമാണ്. ഇതാ, ഇത് പുതിയ റോസ. നമുക്ക് ഈ തോട്ടം കാര്യമായി മൂടി പിടിപ്പിക്കണം. അതിനെന്താ ചെയ്യാലോ? അടുക്കള അഭ്യാസ പ്രകടനം നടക്കുക. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഇതാ പിടി. ക്ഷമിക്കണം. എന്തോ ക്ഷമിക്കാൻ? കല്ലെടുത്തെറിഞ്ഞിട്ട് ക്ഷമിക്കണമെന്നോ? ഞാൻ വിചാരിച്ചു ശശിചേട്ടനാണെന്ന്. ആണെങ്കിൽ എന്താ കല്ലെടുത്തെറിയോ?
അറിയാതെ പെൺകുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. ഒരബദ്ധം പറ്റിപ്പോയി. പുതിയ തോട്ടക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ സ്വാതന്ത്ര്യം കാണിക്കില്ലായിരുന്നു. ആരാ ശോഭയോ? എന്താ രാവിലെ തന്നെ? ജാനകിയമ്മയ്ക്ക് നല്ല സുഖമില്ല. ഇന്നും നാളെയും വരില്ല എന്ന് പറഞ്ഞു. ചച്ചോ ഭഗവാനെ, ഇപ്പൊ 2 ദിവസത്തേക്ക് ഫുഡ് പ്രോബ്ലം കാണുമല്ലോ. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? അത് ഞാൻ ശിശുചേട്ടനാണെന്ന് കരുതി ഈ പുതിയ തോട്ടക്കാരനെ. തോട്ടക്കാരനോ? ഇത് തോട്ടക്കാരേ? ഓ, തോട്ടം സൂപ്പർവൈസർ. തോട്ടക്കാരൻ വേറെ, തോട്ടം സൂപ്പർവൈസർ വേറെ. ഈ തോട്ടത്തിന്റെ മാത്രമല്ല, മേനോ സാറിന്റെ എല്ലാ തോട്ടത്തിന്റെയും സൂപ്പർവൈസർ പുള്ളിക്കാരനാ. ആള് നമ്മളെ പോലെ നിസ്സാര പുള്ളിയൊന്നുമല്ല. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാ. എന്റെ പേര് രാജു. എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. ഞാൻ പോട്ടെ. ആ, പൊക്കോ പൊക്കോ ഇന്ന് ഇച്ചിരി കുറവുണ്ട്. എന്തായാലും നാളെ രാവിലെ ഞാൻ അങ്ങ് എത്തിയേക്കാം. നല്ല സുഖമുണ്ടെന്ന് തോന്നുമ്പോ മാത്രം വന്നാ മതി. അവിടെ എന്റെ കാര്യമൊക്കെ അവർ ഭംഗിയായി നോക്കുന്നുണ്ട്. ആ, എന്നാ ഇറങ്ങട്ടെ. ശരി കുഞ്ഞെ. അപ്പോഴേ ജാനകിയമ്മ അവിടെ വരില്ല എന്നുള്ള വിവരം അവിടെ ഒന്ന് പറഞ്ഞാരാ? ആ വെച്ച് ഇവിടെ അടുത്തുള്ളതാ. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ? ആ കാണുന്ന വഴിയെ വലത്തോട്ട് പോകുമ്പം 2ാമത്തെ വീടാ. എന്താ കുഞ്ഞെ കാര്യം? ഒന്നുമില്ല. അതല്ല, എന്തോ. അത് ഒന്നുമില്ലെന്നേ. രാജു, എന്താ ഇവിടെ? ജാനകിയമ്മയുടെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാന്ന് വെച്ചാ. ജാനകിയമ്മയുടെ വീട്ടിലേക്ക് നേരത്തെ കയറിപ്പോന്നെ ഞാൻ കണ്ടല്ലോ. അത് പിന്നെ വല്ലാത്ത ചൂടല്ലേ? ഏയ്, എനിക്ക് തോന്നുന്നില്ലല്ലോ. എനിക്ക് എസ്റ്റേറ്റിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ. അപ്പോഴേ കൃഷ്ണകുട്ടി, ഈ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? അയ്യേ, അത് കുട്ടൻ അറിഞ്ഞൂടെ? ഇല്ല. മോശം മോശം. ജനറൽ നോളജിന്റെ കാര്യത്തിൽ കുട്ടൻ എത്ര മോശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഡോണ്ട് വറി, ഞാൻ പറഞ്ഞുതരാം. എന്നാ ഒന്ന് പറഞ്ഞാട്ടെ. അതായത് ഈ പ്രേമം പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രേമം പ്രേമം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ചില ഈ പ്രേമം പ്രേമം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ഇതാണോ വലിയ കാര്യമായി പറഞ്ഞുകൊടുക്കുന്നത്? പ്ലീസ് വെയിറ്റ്. പ്രേമത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പ്രേമിക്കുന്ന പെൺകുട്ടിയെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവളുടെ സാമീപ്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം. കേക്കട്ടെ. ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഒരു കാര്യം ചോദിച്ചാ കൃഷ്ണകുട്ടി സത്യം പറയോ? അതെ, സത്യം പറയാം, സത്യം പറയാം. എന്റെ അമ്മയാണ് സത്യം, എന്റെ അച്ഛനാണ് സത്യം. ഞാൻ സത്യം പറയും. കൃഷ്ണകുട്ടി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പോകട്ടോ. അല്ല, ഉണ്ടോന്നാ ചോദിച്ചത്. ആരാ? ഒരു പെൺകുട്ടിയെ. അതാരാ? അപ്പുറത്തെ വീട്ടിലെയാ. പേര് തിലോത്തമ. ഞാൻ തിലൂന്ന് വിളിക്കും. ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. എന്ന് പറഞ്ഞാ അത് ആർക്കും അറിയില്ല, തിലൂല് പോലും. ആ പിന്നെ ഞങ്ങളുടെ ബന്ധം വളരാതിരിക്കുന്നുള്ള പ്രധാന കാരണം അവളുടെ തന്തയാ, ദുർഗാദാസ്. അത് കഷ്ടമാണല്ലോ. പിന്നെ അയാൾക്ക് വേറെ കുഴപ്പം കൂടിയുണ്ട്. നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് നോവലുണ്ട്, അത് വായിച്ച് 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 അയാൾക്ക് അരവട്ടായി പോയി. എന്റെ ദൈവമേ, അയാൾക്ക് മുഴുവട്ടാക്കി തരണമേ. മോളെ തിലോത്തമേ, അപ്പൊ ഞാൻ ഓഫീസിൽ പോകും. ആര് വന്ന് കഥ തട്ടിയാലും നീ കഥ തുറക്കരുത്. ഞാൻ മുട്ടിയാൽ പോകും. ആ, ഞാനിങ്ങനെ ഇങ്ങനെ 2 പ്രാവശ്യം ശബ്ദം ഉണ്ടാക്കും. അതാണ് എന്റെ അടയാളം. മനസ്സിലായോ? അതടക്കി അതടയ്ക്കാൻ.
എന്താ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ കഥകിൽ തട്ടിയ തുറക്കരുതെന്ന്. ഞാൻ വിചാരിച്ചു. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ അപ്പൊ തുറക്ക, ഇപ്പൊ അടയ്ക്ക. ദുർഗാ സാറുണ്ടോ? അയ്യോ, ഇപ്പൊ ഓഫീസിൽ പോയതേ ഉള്ളൂ. പോകുന്നത് കണ്ടിട്ടാ ഞാൻ വന്ന്. ഇത് ഞാൻ തിരുവിന് വേണ്ടി കൊണ്ടുവന്നതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല. എങ്കിൽ ഞാൻ പോട്ടെ. ആ തിരു, ഒരു കാര്യം പറയാൻ കൂടി ഞാൻ വന്നത്. അതായത് ഇന്നാളെ ഞങ്ങൾ ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുമ്പോ ഷട്ടിൽ മതിലിന്റെ പുറത്ത് വന്ന് വീണു. അതെടുക്കാനായി ശിശു മതിലിൽ കയറിയപ്പോ അവനെ ഷോക്ക് അടിച്ചു. ഇപ്പൊ അവൻ ആശുപത്രിയില്ല. അയ്യോ. പിന്നീട് അറിഞ്ഞ തിലുവിന്റെ അച്ഛനാ മതിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യിപ്പിച്ചതെന്ന്. തിലുവിനെ കരുതിയാ ഞങ്ങളൊന്നും ചെയ്യാത്തത്. അതുകൊണ്ട് പുള്ളിക്കാരോട് സൂക്ഷിച്ചിരിക്കാൻ പറയണം. അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ. എന്താ? ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സിൽ ചേരാനാണ്. ആ, പേരെന്താ? രാജു. ഏത് സമയത്ത് വരുന്ന സൗകര്യം? പിന്നെ ഈ സമയത്ത് വരുന്ന എനിക്ക് സൗകര്യം. അയ്യോ, ഈ ബാച്ചിൽ സീറ്റ് ഒഴിവില്ലല്ലോ. ദാ കണ്ടില്ലേ, വൈകുന്നേരം 5 മണിക്കുള്ള ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട്. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. ഈ ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയാൽ എനിക്ക് ജോലിയും ക്ലാസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. എന്താ ചെയ്യാ? 5 മണിക്കുള്ള ബാച്ചിലെ സീറ്റ് ഒഴിവുള്ളൂ. അത് മാത്രമല്ല, വൈകുന്നേരത്തെ വെയിൽ കൊണ്ടാൽ എനിക്ക് തലവേദനയും കുളിരും വരും. ഈവനിങ് അലർജി എന്ന് പറയുന്ന ഒരുതരം പുതിയ അസുഖമാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം. ശോഭ ലോവർ പാസ്സായതല്ലേ? നാളെ മുതൽ സീനിയേഴ്സിന്റെ കൂടെ 5 മണിക്കുള്ള ക്ലാസ്സിൽ വന്നാൽ മതി. ശരി ടീച്ചർ. രാജു, നാളെ മുതൽ ഈ സമയത്ത് വന്നോളൂ. എന്താ ആലോചിക്കുന്നത്? ഈ ഈവനിങ് അലർജി എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ അസുഖമല്ലേ? ഇതിനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം കാണൂ. അതുകൊണ്ട് ഞാനും 5 മണിക്കുള്ള ക്ലാസ്സിൽ വരാം. ദേവി അനുഗ്രഹിക്കണേ, കരുണാമയി. ദേവി മഹാലക്ഷ്മി രക്ഷിക്കണേ. ആഗദൈവങ്ങളെ, ശക്തി സ്വരൂപിണി, മഹാമായേ രക്ഷിക്കണേ.